എക്സ്പ്രസ് മലയാളത്തിൻ്റെ വർത്തമാനം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരളത്തിലെ BJPയുടെ ഏറ്റവും പുതിയ പ്രതീക്ഷയായ രാജീവ് ചന്ദ്രശേഖർ. സ്വാഗതം. നമസ്കാരം. ഏറ്റവും വലിയ ഇപ്പോഴത്തെ പുതിയ കോൺട്രവേഴ്സിയായ, അതായത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡൻ്റായി അധികാരമേറ്റ ഉടനെ ഉണ്ടായ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു ചെറിയ വിവാദമാണ് എമ്പുരാൻ സിനിമയെ പറ്റിയുള്ളത്. എമ്പുരാൻ സിനിമയിലെ നിർമ്മാതാക്കളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഇപ്പോൾ അതിൽ കുറേ കട്ടുകളെല്ലാമായി വരാമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് BJPക്ക് തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളം ഉണ്ടായ ഒരു പ്രതിഷേധക്കാർക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് രാജീവിൻ്റെ റോൾ എന്താണ്? അല്ല, ഇതിൽ കോൺട്രവേഴ്സി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ ഒരു കോൺട്രവേഴ്സി ആയിട്ടല്ല ഞാൻ ആദ്യം കണ്ടത്. ഇതിനെ ഒരു കോൺട്രവേഴ്സി ആക്കിയതല്ലേ. അപ്പോൾ ഞങ്ങൾ BJP കേരളത്തിൻ്റെ ആദ്യം മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ പൊസിഷൻ സിനിമയാണ്, സിനിമയായിട്ട് കാണണം. ആ സിനിമേനെ ക്രിട്ടിസൈസ് ചെയ്യാനും അതിനെ തർക്കിക്കാനും അതിന് ഇഷ്ടം ഉണ്ടെന്ന് പറയാനും എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ പറയുന്നു. ഞാനും പാർട്ടിയും ഇതുവരെ അതിനെപ്പറ്റി ഇതല്ലാണ്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രൊഡ്യൂസേഴ്സാണ് മിന്നാന്ന് ഞാൻ കണ്ടത്, സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അവരെന്നെ പിന്നെ ലാലേട്ടൻ മിന്നാന്ന് പറയുന്നു ഞങ്ങൾ ഇങ്ങനെ 17-18 കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അതിന് റീസെൻസർഷിപ്പ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു വിവാദമാണ്. അതുകൊണ്ട് ഞാൻ ലൂസിഫർ കണ്ട് ഇഷ്ടമായ ഒരാളാണ്. ലൂസിഫറിൻ്റെ സീക്വൽ എനിക്ക് കാണാനൊരു ആഗ്രഹമുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാണാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വിവാദവും ജനങ്ങളിങ്ങനെ ചില ജനങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടില്ല, കുറേ ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല, ചിലർക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിണറായി വിജയന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഞാൻ അത് കാണാൻ പോകുന്നില്ല. അതിനൊരു കാണാനൊരു വലിയൊരു മോട്ടിവേഷൻ ഇല്ല. എനിക്ക് വേറെ എത്രയോ പണി ചെയ്യാനുണ്ട്. സങ്കടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. ലാലേട്ടൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ഐക്കോണാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിവാദത്തിൽ പെട്ട് ഇതെല്ലാം ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ ആവുമ്പോൾ എനിക്ക് കുറച്ചൊരു സങ്കടമുണ്ടെന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാനും ഒരു ഭയങ്കര ക്ലിയറായിട്ട് പറഞ്ഞു, ഞാനിത് കോൺട്രവേഴ്സി ആയിട്ട് ആദ്യം മുതൽ ഇന്ന് വരെ കാണുന്നില്ല. ഇത് ശരിയാണ്, ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല, എത്രയോ ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. ബട്ട് ഇതിനെ ഒരു പൊളിറ്റിസൈസ് ചെയ്യാനുള്ള അതിൻ്റെ പയനിയറിങ് റോൾ ആർക്കെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ അത് നമ്മുടെ സഖാവ് പിണറായി വിജയൻജിക്ക് കൊടുക്കണം. പിന്നെ കോൺഗ്രസ്സുകാർ പിന്നെ പിണറായി വിജയൻജി ഇത് ചെയ്താൽ പിന്നെ കോൺഗ്രസ്സുമാരിങ്ങനെ റഷ് ചെയ്തിട്ട് അതിൽ ചാടുന്നൊരു ഹാബിറ്റ് ഉണ്ടല്ലോ, നമ്മൾ എത്രയോ കൊല്ലം കണ്ടതല്ലേ. അതുകൊണ്ട് ഒരു മാനുഫാക്ചേർഡ് കോൺട്രവേഴ്സിയാണ്. ചിലപ്പോൾ ഇത് പ്രൊഡ്യൂസേഴ്സും അതിനൊരു വിസിബിലിറ്റിയും പബ്ലിസിറ്റിയും കൊടുക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും. ബട്ട് ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ആദ്യം പറഞ്ഞു ഇന്നും പറയുന്നത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വ്യൂ ആണ്. സിനിമയാണ് കാണണം. സിനിമ ചരിത്രമല്ല. ചരിത്രത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് ആരെങ്കിലും സിനിമ ഉണ്ടാക്കി ക്രിയേറ്റീവ് ലൈസൻസ് എടുത്താൽ ജനങ്ങളുടെ അടുത്തുനിന്ന് ദേ വിൽ ഗെറ്റ് ഒരു ഫീഡ്ബാക്ക്, ഒരു ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് കിട്ടും. അതാണ് നടക്കുന്നത്. പക്ഷേ പല RSS നേതാക്കന്മാരും അല്ലെങ്കിൽ ഈ ഒരു RSSനോടും BJPയോടും ഒരു കൈൻഡ് ഓഫ് ഒരു താല്പര്യമുള്ള പല ആൾക്കാരും നേതാക്കന്മാരും പുറത്ത് വന്ന് ഈ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതിനെ BJPയിലെ നേതാക്കന്മാരാരും കാണരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ രാജീവ് അത് തീരുമാനിച്ചത് ഈ ജനങ്ങൾ പറഞ്ഞതുകൊണ്ടാണോ അതെയോ സഖാവ് പിണറായി വിജയൻ കണ്ടതുകൊണ്ട് മാത്രമാണോ? ഇല്ലല്ല, ഞാൻ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് ഡിസിഷൻ മിന്നാന്ന് ഞാൻ പബ്ലിക്ലി ട്രാൻസ്പെറൻ്റ്ലി ഇട്ടത്. ബിക്കോസ് മോഹൻലാൽ തന്നെ പറഞ്ഞു ഈ മൂവിയിൽ എത്രയോ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്, വിഷമമുണ്ട്. പ്രൊഡ്യൂസർ മോഹൻലാലിൻ്റെ പിക്ചറിനെ പറ്റി വിഷമിക്കുമ്പോൾ ഞാൻ എന്തിനാണ് പോയി കാണുന്നത്? അപ്പോൾ ഇഫ് ഹീ ഈസ് നോട്ട് ഹാപ്പി വിത്ത് ഹിസ് പ്രോഡക്റ്റ്, ഞാൻ എന്തിനാണ് പോയിട്ട് ലൈനിൽ ടിക്കറ്റ് വാങ്ങിച്ച് പോപ്കോണും വാങ്ങിച്ച് അവിടെ പോയിരിക്കുന്നത്? മോഹൻലാലും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും ഒരു സന്തോഷമായ ഒരു പ്രോഡക്റ്റ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഞാൻ പോയി കാണാൻ തയ്യാറാണ്.
ഈ കോൺട്രവേഴ്സിയിൽ പോയിട്ട് ഞാൻ എന്തിനാണ് ഈ പിണറായി വിജയൻ്റെ ഒരു നെറേറ്റീവിനെ ഫ്യൂൽ ചെയ്യാൻ ഞാൻ നടക്കുന്നത്? പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു. അപ്പോൾ രാജീവിൻ്റെ പല അഭിപ്രായ പ്രകടനങ്ങളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഞാൻ അതിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാജീവ് ഇങ്ങനെ ഇത്തരം ഒരു വിവാദങ്ങളിൽപ്പെട്ട് തൻ്റെ തീരുമാനം മാറ്റുന്ന ഒരാളല്ല. ഇത് BJP പ്രസിഡന്റ് എന്ന ഒരു പദവി കയ്യിൽ വന്നതുകൊണ്ടുണ്ടായ മാറ്റമാണോ? അല്ല, 100% നോ. ഇത് ഞാനും രാജീവ് ചന്ദ്രശേഖറും നരേന്ദ്രമോദിജിയും BJPയും ഞങ്ങളെല്ലാവരും ഐഡിയോളജി, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഭയങ്കര സെൻറ്റേർഡാണ്. ഈ കാറ്റ് നോക്കി കാറ്റ് വീശുന്ന സ്പീഡും കണ്ടിട്ടല്ല ഞങ്ങളുടെ ഐഡിയോളജി, ഞങ്ങളുടെ തോട്ട് പ്രോസസ്സ് നടക്കുന്നത്. ഞാൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് UPൻ്റെ സമയത്ത് സമരം ചെയ്ത് കോർട്ടിൽ പോയി PIയിലെല്ലാം ഫയൽ ചെയ്ത് സെക്ഷൻ 66A റിപ്പീൽ ചെയ്ത് എനിക്ക് കുറച്ച് ക്രെഡിറ്റ് കിട്ടണം. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടീൻ്റെ ഒരു ബിലീഫാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത് ഒരു സാധനം എല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ ലഭിച്ചിട്ടുണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. ബട്ട് അതേ സമയത്ത് മറ്റേ സൈഡ് ഓൾസോ ഷുഡ് റെസ്പെക്ട് ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എക്സ്പ്രസ്ഡ് ബൈ BJP ആൻഡ് പരിവാർ. യു മീൻ ദേ ഹാവ് ടു ബി റെസ്പെക്ട്ഫുൾ. അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിന്നോ ഞങ്ങളുടെ ഈക്കോ സിസ്റ്റമെന്നോ ഞങ്ങളുടെ സപ്പോർട്ടേഴ്സിന്നോ ആരെങ്കിലും പിക്ചറിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്താലോ പിക്ചറിനെ കണ്ടിട്ട് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെ എന്തിനാണ് നമ്മൾ ഒരു നെഗറ്റീവായിട്ട് കാണുന്നത്? അത് അവരുടെ ഒപ്പീനിയനാണ്, അവർ സ്ട്രോങ്ലി അവർ എക്സ്പ്രസ് ചെയ്യുന്നു. അതിന് പ്രൊഡ്യൂസേഴ്സിന് വേണമെങ്കിൽ അതിന് റെസ്പെക്റ്റ് ചെയ്യാം. അതാണ് ഞാൻ കണ്ടത്. ഞാൻ കാണുന്നത് പ്രൊഡ്യൂസേഴ്സ് ഈ ഫീഡ്ബാക്ക് കിട്ടി, അതുകൊണ്ട് അവർ റീഎഡിറ്റ് ചെയ്യുന്നു. അതാണ് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു ടേൺ പൊളിറ്റീഷ്യൻ അല്ല, ആദ്യമല്ല, ഇന്നുമല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കരിയറിൽ I will never be a person who contradicts and takes contradictory positions because of the way the wind is blowing. അത് ഞങ്ങൾ ചെയ്യുന്ന സാഹചര്യമല്ല. അങ്ങനത്തെ കാര്യം ഞങ്ങൾ ചെയ്യില്ല. അതുകൊണ്ട് ടേൺ എന്നെല്ലാം പറയുമ്പോൾ അതൊരു മീഡിയയ്ക്ക് ഒരു നല്ലൊരു ഫാസിനേറ്റിംഗ് ഹെഡ്ലൈനായിട്ട് കിട്ടുന്നതല്ലാണ്ട് I am a straight BJP കേരള ഒരു സ്ട്രേറ്റ് ലൈനിൽ പോകുന്ന പോയിൻ്റ് A to പോയിൻ്റ് B. ഞങ്ങൾ ടേണിൽ വിശ്വസിക്കില്ല. ഞങ്ങൾ അതിന് ഒരു എനർജി ഡിസ്പെൻസ് ചെയ്യുന്ന പാർട്ടിയല്ല. അപ്പോൾ ആദ്യത്തെ ദിവസം MT രമേശ് പറഞ്ഞ പൊസിഷനാണ് ഇന്നും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ചെയ്തു, അവർ ആരുടെ ഫീഡ്ബാക്ക് എടുത്ത് ചെയ്തു, പബ്ലിക് പ്രഷർ കൊണ്ടാണോ ചെയ്തത്, ബോക്സ് ഓഫീസ് റിസൾട്ട് നോക്കിയിട്ടാണ് ചെയ്തത്, അത് അവരോട് ചോദിക്കണം. പക്ഷേ ആ ചിത്രം പുറത്തു വരുന്നതിന് മുമ്പ് CBFC ഇത് ക്ലിയർ ചെയ്തതാണ്. അതിൽ BJPയുടെ അല്ലെ സർക്കാർ നിയമിച്ച 4 നോമിനികളുണ്ട്. അപ്പോൾ അവരെങ്ങനെ ഇത്രയും പ്രതിഷേധം തോന്നുന്ന ഒരു സിനിമ അവരെങ്ങനെ ക്ലിയർ ചെയ്തു? അവർ സിനിമ കാണാതെ ക്ലിയർ ചെയ്താന്ന് തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ എഗെയിൻ ഒരു ഫിഷിംഗ് ക്വസ്റ്റ്യനാണ്, ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യനാണ്. ഞാൻ എന്താണ് പറയേണ്ടത്? അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ എന്ത് യാർഡ് സ്റ്റിക്സ് കൊണ്ടാണ് മൂവി ക്ലിയർ ചെയ്യുന്നത് അവരോട് ചോദിക്കണം, അവർ ആൻസർ ചെയ്യും. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ ഒരു കോൺട്രവേഴ്സി അല്ല, എല്ലാവരും ഒരു വ്യൂ, ഒരു എന്തെങ്കിലും ഞാൻ ഇന്ന് എന്തെങ്കിലും പറഞ്ഞ് ലിസ് അതിനെപ്പറ്റി തർക്കിച്ചാൽ അല്ലെങ്കിൽ വിമർശിച്ചാലോ കോൺട്രഡിക്റ്റ് ചെയ്താലോ ഞാനത് അതിന് കോൺട്രവേഴ്സി ആയിട്ടല്ല കാണുന്നത്. അതൊരു ഒപ്പീനിയൻ. അത് കേട്ടിട്ട് എനിക്ക് എൻ്റെ ഒപ്പീനിയൻ റിവൈസ് ചെയ്യണമെന്നോ പുതിയൊരു ഫാക്റ്റ് കണ്ടിട്ട് എൻ്റെ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് എൻ്റെ ഒരു അവകാശം. അപ്പോൾ ഒരു മൂവി റിലീസായി, അത് CBFC ക്ലിയർ ചെയ്ത മൂവിയാണ്, ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. പ്രൊഡ്യൂസേഴ്സ് ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. ഇതിലെന്താണ് കോൺട്രവേഴ്സി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നമുക്ക് എന്നാൽ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ കാര്യം രാജീവ് ഇപ്പോൾ സംസാരിച്ചല്ലോ. വേറൊരു സംഭവം മുംബൈയിലുണ്ടായി. ഒരു കൊമേഡിയൻ പറഞ്ഞ ചില വാക്കുകളെ അല്ലെങ്കിൽ ചില സെൻറ്റൻസുകളെ അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുന്ന ഒരു രീതിയാണ്. അതിപ്പം ഇങ്ങനെയുള്ള ഇത്തരം ഇൻസിഡൻറ്റ് നോക്കുമ്പോൾ ഈ രാജീവ് ഇപ്പോൾ പറഞ്ഞ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ സ്ഥാനം എവിടെയാണ്? അല്ല, നോക്കൂ, ഇത് ഞാൻ അത് കണ്ട് മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയ കൂടെയാണ്. ഞാൻ ആ കൊമീഡിയൻ എന്ത് പറഞ്ഞു, എന്താണ് ഡീറ്റെയിൽസ്,
അയാൾ ഡെഫേം ചെയ്തതാണോ? നമുക്ക് മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആബ്സൊല്യൂട്ട് റൈറ്റ് അല്ല, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതിൻ്റെ മീനിങ് എന്താണ്? 19(2) റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ചിൽ. അപ്പോൾ ഡിഫെയിം ചെയ്യാൻ പാടില്ല, ലോ ആൻഡ് ഓർഡറും ചെയ്യാൻ പാടില്ല, കമ്മ്യൂണിറ്റീസിൻ്റെ മിഡിൽ അത് ഒരു വിവാദമോ ഒരു ഡിസ്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഏത് സെക്ഷനിലാണ് ആ കേസ് ഫയലായത് എനിക്കറിയില്ല. ബട്ട് അത് ഒരു വാലിഡ് സെക്ഷൻ ആണെങ്കിൽ കോർട്ടിൽ പോയി അപ്പീൽ ചെയ്യുമ്പോൾ അത് കോർട്ട് അപ്ഹോൾഡ് ചെയ്യും ഇൻ ഫേവർ ഓഫ് ദി പെറ്റീഷണർ. ഡിഫെൻഡൻറ്റിന് അത് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് എന്ന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോയർ പോയിട്ട് കോർട്ടിൽ ഹി വിൽ ഗെറ്റ് ദ ഹോൾ കേസ് ഡിസ്മിസ്ഡ്. അപ്പോൾ ഇതിൽ ഐ ഡോണ്ട് സീ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നത് നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് സബ്ജക്റ്റ് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ്. അത് നെഹ്റുജി ചെയ്ത അമെൻമെൻ്റാണ് 19(2). ആ 19(2)ൻ്റെ ടെസ്റ്റ് അത് പാസ് ചെയ്യുന്നില്ലോ ഇല്ലയോ, ഒരു ഗവൺമെൻറ് കേസ് ഫയൽ ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ കേസ് ഫയൽ ചെയ്താൽ ആസ് എൻ ഇൻഡിവിജ്വൽ ഓർ ലിസ്റ്റ് ഫയൽ ചെയ്താൽ അത് തീരുമാനിക്കേണ്ടത് ഒരു കോർട്ടാണ്. അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, നമ്മുടെ സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് ലോസ് ഇതിൽ കോർട്ടാണ് തീരുമാനിക്കാൻ പോകുന്നത്. സോ അതിലൊരു കോൺട്രഡിക്ഷനും ഇല്ല. ഒരു കൊമീഡിയൻ എന്തെങ്കിലും പറഞ്ഞ് ഒരു എഗ്രീവ്ഡ് പാർട്ടി കേസ് ഫയൽ ചെയ്യുന്നു, എഗ്രീവ്ഡ് പാർട്ടിയും ഡിഫെൻഡൻറ്റും പോയി കോർട്ടിൽ അത് ഫൈറ്റ് ചെയ്യുന്നു, അഡ്ജുഡിക്കേറ്റ് ആവുന്നു. അതല്ലേ നമ്മുടെ കൺട്രിയിൽ ഒരു 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 എന്താ പറയുക, സംതിങ് ടു ബി പ്രൗഡ് ഓഫ്. രാജീവ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ തന്നെ ആദ്യം ഈ സിനിമയുടെ കാര്യം അത് വിശദീകരിച്ചു. പക്ഷെ കുറച്ച് നാൾ മുമ്പ് രാജീവ് നടത്തിയ ഒരു സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഒരു ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു പ്രസ്താവന വിവാദം ഉയർത്തിയിരുന്നു. അതിനെതിരെ അവിടുത്തെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഒരു കേസ് ചെയ്തിരുന്നു, മറ്റേ കളമശ്ശേരി ബോംബ് സ്ഫോടനം. അത്തരം ഒരു പ്രസ്താവന അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുമ്പ് ചെയ്തത് തെറ്റായി പോകുന്നു തോന്നുന്നു. അല്ല, തെറ്റല്ല. അതിൽ ഒരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റായി നോക്കിയാൽ യു ക്യാൻ പാസ് വേരിയസ് ജഡ്ജ്മെൻറ്റ്സ് ഓൺ മീ. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു? അതിന് മുമ്പ് ഹമാസ് വന്നു. ഹമാസിൻ്റെ ഒരു ലീഡർ ഒരു 8,000 കുട്ടികളെ വീഡിയോ കോൺഫറൻസിൽ, ഇത് October 7th കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട്, അപ്പം ഞാൻ അതിനെ ഒബ്ജക്റ്റ് ചെയ്തപ്പോൾ എന്നെ പിണറായി വിജയൻജി വർഗീയവാദിനെ വിളിച്ചു. എൻ്റെ പോയിൻ്റ് അപ്പോൾ എന്തായിരുന്നു? നമ്മുടെ കുട്ടികളെ ഇങ്ങനെ റാഡിക്കലൈസ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കാൻ പാടരുത്. ഒരു സംസ്ഥാന സർക്കാരാണെങ്കിൽ നമ്മളെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളെ കുട്ടികളും ഫാമിലീനെ ഈ റാഡിക്കൽ എലിമെൻറ്റ്സ് നിന്നും കുറച്ച് എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാനും അതൊരു കടമയാണ് സംസ്ഥാന സർക്കാരിൻ്റെ. ആ കോണ്ടെക്സ്റ്റിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ, ബോംബ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു നോർമൽ ഇഷ്യൂ ഒന്നും തന്നെയല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒരു സൈൻ ഓഫ് പൊട്ടൻഷ്യൽ റാഡിക്കലൈസേഷൻ ആൻഡ് ഈ തരം എലിമെൻസിനെ നമ്മൾ ഇങ്ങനെ വർദ്ധ വിട്ട് അലൗ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കോൺസിക്വൻസസ് ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. അതാണ് എൻ്റെ പറഞ്ഞ. പക്ഷേ ആ സംഭവം അതിനകത്ത് മനസ്സിലായി. അത് കഴിഞ്ഞ് അത് ഇൻവെസ്റ്റിഗേഷൻ നടന്നു. അവർ ആദ്യം വിചാരിച്ചത് ഒരു ടെററിസ്റ്റോ ഒരു ആൻറ്റി ലോ ആൻഡ് ഓർഡർ എലിമെൻ്റ് ആണോ. അതുകൊണ്ടല്ലേ NIA വന്നത്. NIA വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. സോ ഐ എം റെഡി ടു സേ അത് എൻ്റെ ഒരു മിസ്അപ്രിഹെൻഷൻ ആയിരുന്നു, ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് ശരിയാണ്. ബട്ട് ഞാനൊരു സെക്യുലർ വർഗീയവാദിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ എന്നെപ്പറ്റി അത് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു വിഷമമുള്ള സാധനമാണ്, ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് സെക്യുലറിസമും എല്ലാ മതവും സമുദായത്തിനും വളരെ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഓൺ നാഷണൽ സെക്യൂരിറ്റി, ഓൺ റാഡിക്കലൈസേഷൻ ഞാൻ ഒരു 0 ടോളറൻസ് കാണിക്കുന്ന ഒരു ആളാണ്. ആ ഒരു കാര്യം, നാഷണൽ സെക്യൂരിറ്റി, റാഡിക്കലൈസേഷൻ നമ്മുടെ നാട്ടിൽ പാടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കടുമയാണ് അതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ. അതാണ് ശരിക്കും എൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. അത് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. രാജീവിന് ഒരു മലയാളത്തിൽ ന്യൂസ് ചാനലുകളുണ്ട്.
അപ്പോൾ ഈ കേരളത്തിലുള്ള മലയാളത്തിലുള്ള ഈ ന്യൂസ് ചാനലിനെ കേരളത്തിലെ BJP നേതാക്കന്മാർ കുറേ നാളുകളായി ബഹിഷ്കരിച്ചിരുന്നു. ഇപ്പോൾ രാജീവ് പാർട്ടി പ്രസിഡന്റ് ആയതുകൊണ്ട് അത്തരം ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ലിസ, ആദ്യം എനിക്കൊരു ന്യൂസ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞതെല്ലാം അതൊരു ഒരു 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 മിസ്ഇൻറ്റർപ്രിട്ടേഷൻ, മിസ്ക്യാരക്ടറൈസേഷനാണ്. എനിക്കൊരു ചാനലും ഇല്ല, ഒന്നുമില്ല. അതെ, ഞാൻ എൻ്റെ ബിസിനസ് എല്ലാം വിറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി തുടങ്ങുമ്പോൾ ഞാൻ വളരെ ഒരു 10-15 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്തത് ഒരു കമ്പനിയിലാണ്, ജൂപ്പിറ്റർ ക്യാപിറ്റൽ. ആ കമ്പനീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഒരു കമ്പനി, മീഡിയ കമ്പനിയുണ്ട്. ഒന്നുമല്ല, പണ്ട് കാലത്ത് 3-4 ഉണ്ടായിരുന്നു. NDTVയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, റിപ്പബ്ലിക്കിലുണ്ടായിരുന്നു, ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് എൻ്റെ ചാനലായിട്ട് കണക്കരുത്. അത് ദാറ്റ് ഈസ് റോങ്. അതൊരു മിസ്ഇൻറ്റർപ്രിട്ടേഷനാണ്. ഒന്ന്. രണ്ടാമത്തത് എൻ്റെ ഒരു ബിലീഫാണ്, ഇൻഡിവിജ്വലായൊരു ബിലീഫാണ്. ഇന്ന് ഞാൻ എപ്പോഴും മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ബിലീഫാണ്. ഞാൻ ഏത് ചാനലിനെയും ഏത് ജേർണലിസ്റ്റിനെയും മീഡിയനെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യില്ല. നമ്മൾ തമ്മിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. ലിസിൻ്റെ ഒരു വ്യൂ ഉണ്ടാവും, എൻ്റെ ഒരു വ്യൂ ഉണ്ടാവും. അതിൽ നമുക്ക് ഡിസഗ്രി ചെയ്യാൻ, ബട്ട് വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി. അതുകൊണ്ട് ഞാൻ ഒരു ചാനലിനെ ഡീമനൈസ് ചെയ്യേ, ഒരു ജേർണലിസ്റ്റിനെ ഡീമനൈസ് ചെയ്യേ, ഞാൻ അത് ചെയ്യില്ല. അത് എൻ്റെ ഒരു ടെമ്പറമെൻറ്റിൽ ഉള്ള സാധനമല്ല. അതുകൊണ്ട് ബോയ്ക്കോട്ടിങ്ങോ, അത് ശരി, ഒരു സമയത്ത് അതിൻ്റെ നീഡുണ്ടെങ്കിൽ അത് ചെയ്യണം. ഒരു ചാനലോ ഒരു പ്ലാറ്റ്ഫോമോ കംപ്ലീറ്റ്ലി ബയസ്ഡ് ആണെങ്കിൽ എന്നാൽ പിന്നെ അവിടെ പോകേണ്ട ആവശ്യമില്ല. അവിടെ പോയിട്ട് നമ്മുടെ പോയിൻ്റ് വെക്കുന്ന ആവശ്യമില്ല. ഇന്നത്തെ ഈ ഒരു എൻവയറമെൻറ്റോ ഇന്നത്തെ ഒരു ഡിജിറ്റൽ ഈക്കോ സിസ്റ്റമിൽ ചാനലിൽ പോകേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വേറെ എത്രയോ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിൻ്റ് വെക്കാൻ, നമ്മുടെ കാര്യങ്ങളെപ്പറ്റി മുമ്പോട്ട് പോകാനോ അതിൻ്റെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനോ ജനങ്ങളുടെ അടുത്ത് എത്തിപ്പിക്കാൻ വേറെ മാർഗങ്ങളുണ്ട്, മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആ പണ്ട് കാലത്ത് മീഡിയ ഈസ് കിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില എഡിറ്റേഴ്സും ചില ജേർണലിസ്റ്റിനും അവർക്ക് ഒരു യു ഹാവ് ടു റിയലൈസ്, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. ശരിയാണ്, ഞങ്ങൾ ഏറ്റവും തേർഡ് പോളാണ് ഈ കേരളത്തിൻ്റെ പോളിറ്റിക്സിൽ. ഞാൻ എല്ലാവരും അടുത്ത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്താൽ, ഞങ്ങളെ വ്യൂവിനെ റെസ്പെക്റ്റ് ചെയ്താൽ, ഞങ്ങളെ വെറുതെ വർഗീയവാദി എന്ന് വിളിച്ച് വെറുതെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നതും ഡെമനൈസ് ചെയ്യുന്നതും നോക്കരുത്. ഞങ്ങൾ 10-11 കൊല്ലമായിട്ട് നരേന്ദ്രമോദിജി ഇന്ത്യൻ്റെ ഒരു കംപ്ലീറ്റ് ഫേസ് ട്രാൻസ്ഫോം ചെയ്ത പാർട്ടിയാണ്. ഞങ്ങൾ സബ്സ്റ്റൻസ് ഉണ്ട്. ഞങ്ങൾക്ക് കേരളയിൽ ചെയ്യാൻ എത്രയോ ഞങ്ങളുടെ അടുത്ത് വിഷൻ ഉണ്ട്, താല്പര്യമുണ്ട്, കഴിവുണ്ട്. അതുകൊണ്ട് ആ ഇഷ്യൂവിൽ കൊണ്ടുവരണം ഡിബേറ്റും. അതിൽ ഞങ്ങൾ പങ്കെടുക്കാൻ വി ആർ റെഡി. ഒരു ഗൗരവമായ ഡീറ്റെയിൽഡ് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളെ ടൈപ്പ് കാസ്റ്റ് ചെയ്യേണ്ട, ഞങ്ങളെ സൈഡ് ലൈൻ ചെയ്യേണ്ട. ഞങ്ങളെ ഈ 20-30 കൊല്ലമായിട്ട് ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു നെറേറ്റീവിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യരുതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. രാജീവിൻ്റെ, ഞാൻ കുറേ നാളായി BJPയെ കവർ ചെയ്യുന്നതാണ്, അതിനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നതാണ്. രാജീവിൻ്റെ അപ്പോയിൻമെൻറ്റ് ആസ് കേരള BJP പ്രസിഡൻറ്റ് കുറച്ച് അൺയൂഷ്വൽ ആയിരുന്നു. ബിക്കോസ് BJPയുടെ ഒരു സാധാരണ ഒരു പ്രസിഡൻറ്റ്, യു ഡോണ്ട് ഫിറ്റ് ഇൻ ടു ദാറ്റ് തിങ്. അപ്പം എന്താണ് രാജീവിനോട് കേന്ദ്രത്തിൽ നിന്നുള്ള രാജീവിനെ പറ്റിയുള്ള പ്രതീക്ഷ, അല്ല രാജീവിനെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ്? ഞാൻ എഗ്രി ചെയ്യുന്നതാണ്. എൻ്റെ ട്രജക്ടറി ഓർ എൻ്റെ പാത്ത് കുറച്ചൊരു നോട്ട് ദ നോർമൽ പാത്തായിട്ട് നമുക്ക് ആസ് എ പൊളിറ്റീഷ്യൻ. ബട്ട് BJP നോക്കുമ്പോൾ നിർമ്മല സീതാരാമൻജി, പിന്നെ ജയശങ്കർജി, BJPൻ്റെ നരേന്ദ്രമോദിജിൻ്റെ ഞാൻ മനസ്സിലാക്കിയ സ്ട്രാറ്റജി, ട്രഡീഷണൽ പൊളിറ്റിക്കൽ വർക്കേഴ്സും ഉണ്ട്, പിന്നെ ആ നെറ്റ് വൈഡ്ലി കാസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യ ഫസ്റ്റ് വിചാരിക്കുന്ന പ്രൊഫഷണൽ ഡൊമെയിനും റിട്ടയർഡ് ബ്യൂറോക്രസിന്നും എല്ലാം ഒരു എംബ്രേസ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു കഴിവുണ്ട് പാർട്ടി. അത് പാർട്ടി കാണിച്ചിട്ടുണ്ട്. നമ്മൾ ജയശങ്കർജീനെല്ലാം കാണുമ്പോൾ യു ക്യാൻ സീ ദാറ്റ്. അതുകൊണ്ട് എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ഒരു അൺയൂഷ്വലായിട്ട് ഞാൻ കാണുന്നില്ല. അതൊന്ന്. രണ്ടാമത്തത്, യെസ്, എനിക്കും അത് അന്ന് രാവിലെ 9 മണിക്ക് നഡ്ഡാജി വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ
ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ ഓസ്ട്രേലിയ പോകാൻ പ്ലാനായിരുന്നു. പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഫസ്റ്റ് 10 സെക്കൻഡ് ഞാൻ ഫോണങ്ങ് ഓൾമോസ്റ്റ് ഐ ഡ്രോപ്ഡ് ഇറ്റ്. എന്നിട്ട് ഞാൻ ആദ്യം ആക്ച്വലി ഇത് ഭയങ്കര ഇനോപ്രോപ്രിയേറ്റ് ആയിരുന്നു. ഞാൻ നഡ്ഡാജിയോട് ചോദിച്ചത് ഇത് വിചാരിച്ചിട്ടാണോ തീരുമാനിച്ചത്, അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം വാസ് കൈൻഡ് ഇനഫ് നോട്ട് ടു ബി ഒഫെൻഡഡ് ബൈ ദാറ്റ്. അപ്പോൾ ഞാൻ എന്നിട്ട് 10-15 സെക്കൻഡ് കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് എനിക്കൊരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയും ഒരു ഓണറാണ്. അതെ, സോ അൺയൂഷ്വൽ ആണ്. ബട്ട് എൻ്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നൊരു ദൗത്യം കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം. ആ മാറ്റം കൊണ്ടുവരാൻ ഒരു അധികാരത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ. അപ്പോൾ അധികാരത്തിൽ കൊണ്ടുവരണം. ഈ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും പിന്നെ അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനിലും NDA ഒരു പൊസിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് കൊണ്ടുവരണം. അതാണ് എനിക്ക് തന്ന ദൗത്യം. അപ്പോൾ ഞാൻ അന്ന് ആദ്യത്തെ ദിവസം എൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് കൗൺസിലിൽ എല്ലാവരും കൂടെയും പ്രവർത്തകരുടെ കൂടെ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു അതാണ് എൻ്റെ ദൗത്യം, അതാണ് നമ്മളെല്ലാവരുടെയും ദൗത്യം. എന്നിട്ട് ആ ദൗത്യം അച്ചീവ് ചെയ്യണ വരെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് ഒരു ക്ലിയർ ആയിട്ട് മെസ്സേജ്, സോ ദാറ്റ് എല്ലാവരും ഒരു ഗോൾ ഒരു അലൈൻമെൻറ്റും ആവുമെന്നാണ് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. അതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതാണ് എൻ്റെ മിഷൻ. പക്ഷേ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കേരളം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഒരു നേതാവാൻ തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലെയുള്ള MP-മാരുണ്ട്. പക്ഷേ ഒരു പാർട്ടിയുടെ നേതാവായി സാധാരണ വരുന്നത് കേരളത്തിൽ ഒരു താഴേക്കിടയിൽ നിന്ന് വർക്ക് ചെയ്ത് മേളിൽ വരുന്ന ഒരാളാണ്. കേരളത്തിലെ പോലെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ, അതും കേരളത്തിലെ BJP എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിന് പോലും തലവേദനയായിട്ടാണ് ഇവിടുന്ന് പലരും കാണുന്നത്. കാര്യം ഒരു കാര്യത്തിനും ഒരു യോജിപ്പില്ല. ഈ ഒരു ഫാക്ഷലിസമാണ് കേരളത്തിലെ BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പല നേതാക്കന്മാരും സമ്മതിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പാർട്ടി യൂണിറ്റിൽ പ്രസിഡൻ്റായി ഇരിക്കുമ്പോൾ ഇൻറ്റേർണലി രാജീവ് കാണുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? അല്ല, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പെർസ്പെക്റ്റീവ് അങ്ങനെയല്ല. റെസ്പെക്റ്റ്ഫുള്ളി ഞാൻ ഡിസഗ്രി ചെയ്യുന്നു. ഈ ഫാക്ഷണലിസമിൻ്റെ നറേറ്റീവ് ഞാൻ ഒരു കൊല്ലമായിട്ട് കേരള പോളിറ്റിക്സിലുണ്ടല്ലോ. തിരുവനന്തപുരം മത്സരിച്ചപ്പോൾ തുടങ്ങിയതല്ലേ എൻ്റെ ഒരു ഇൻട്രാക്ഷൻ കേരള BJPനോട്. ഞാൻ ഇതുവരെ ഒരു ഫാക്ഷണലിസം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പണ്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നില്ല. ഒരു കോമൺ മിഷനാണ്. പിന്നെ നേതാവണം എന്ന് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ നേതാവാനല്ല അങ്ങോട്ട് പോയിരിക്കുന്നത്. കേരള BJPയിൽ 7-8 എത്രയോ അക്കംപ്ലിഷ്ഡ് പോപ്പുലർ ലീഡേഴ്സ് ഉണ്ട്. ശോഭാ സുരേന്ദ്രൻജി ഉണ്ട്, V മുരളിയേട്ടനുണ്ട്, കുമ്മനം രാജേട്ടനുണ്ട്. നേതാവുമാർ ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയുണ്ട്. ഞങ്ങളുടെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ഗോളും മിഷൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ആ ഒരു റീച്ചും ജനങ്ങളുടെ ഒരു ട്രസ്റ്റും ഞങ്ങളുടെ മെസ്സേജും, ആ മാറ്റത്തിൻ്റെ മെസ്സേജും വികസനം പുരോഗതിൻ്റെ ഒരു മെസ്സേജ് ഈ 340 ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റീസിലും കോർപ്പറേഷനിലും എത്തിക്കാൻ നരേന്ദ്രമോദിജി ചെയ്ത 10-15 കൊല്ലത്തിൽ ചെയ്ത പണികളും അദ്ദേഹത്തിൻ്റെ സ്കീമിനെ ഓൺ ബോർഡ് ചെയ്യാൻ സാച്ചുറേഷൻ, അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഫാക്ഷണലിസം ആസ് എൻ ഇഷ്യൂ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞത് എല്ലാവരും ഒരു കളക്റ്റീവ് ദൗത്യമാണ്, കളക്റ്റീവ് മിഷനാണ്. നേതാക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയിൽ നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. അതിൽ ഞാൻ മാത്രം ഒരു നേതാവാണെന്നോ ഞാൻ നേതാവാവാനാണോ അങ്ങോട്ട് പോകുന്നത്, എനിക്ക് നേതാവാൻ പറ്റില്ല, അങ്ങനെ എല്ലാം മൾട്ടിപ്പിൾ വ്യൂസ്. ഞാൻ നേതാവാവില്ലെങ്കിൽ 6-7 ലീഡേഴ്സ് ഇല്ലേ, അവരെല്ലാം. അപ്പോൾ അതിൽ BJPൻ്റെ ഫ്യൂച്ചർ കേരളയിൽ ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയി അധ്വാനിക്കും. എല്ലാവരും 100% അധ്വാനിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഞാൻ 500% അധ്വാനിക്കാൻ തയ്യാറാണ്. എൻ്റെ കറിസ്മ പിണറായി വിജയൻ്റെ ലെവലിലെത്തണമെന്നോ എൻ്റെ ഒറേഷൻ സ്റ്റൈലും ഡിബേറ്റിംഗ് സ്റ്റൈല് മറ്റാറ് ലെവലിലെത്തണമെന്നോ അങ്ങനെ എനിക്കൊരു ആഗ്രഹമില്ല. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. എനിക്ക്
ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് മെസ്സേജ് ആ വികസന സന്ദേശം എല്ലാ വീട്ടിലും എല്ലാ കുടുംബത്തിലും എത്തിക്കണം എന്നാണ് എൻ്റെ മിഷൻ. നേതാവാൻ ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ക്വാളിഫൈഡ് പോപ്പുലർ കരിസ്മാറ്റിക് ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഐ ഡോണ്ട് ഫീൽ എനി ചാലഞ്ച് ഓർ ഡൗട്ട്. രാജീവിൻ്റെ അപ്പോയിൻമെൻറ്റിന് തൊട്ട് മുമ്പ് വേറൊരു അൺയൂഷ്വൽ സംഭവം നടന്നു. ഇതെല്ലാം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അൺയൂഷ്വൽ അല്ല. വേറൊരു അൺയൂഷ്വൽ സംഭവം, ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും അൺയൂഷ്വലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവർണറും കേരള ഹൗസിലിരിക്കെ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിലെത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും വളരെ അൺയൂഷ്വലായിട്ട്, പക്ഷെ അത് വളരെ ഒരു പൊളിറ്റിക്സ് നോക്കി ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു വളരെ കൗതുകം ഉണർത്തുന്ന ഒരു സംഭവമാണ്. അതെന്താണ് അതിൻ്റെ അതിനകത്ത് ഉണ്ടായ ഒരു ട്രിഗർ ചെയ്തൊരു എന്താ പറയുക ചാപ്റ്റർ എന്ന് പറയുന്നത്, ഇത് പിണറായി വിജയനും BJPയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള ചില കേസുകൾ ഒതുക്കാനായിട്ട് BJP സഹായിക്കാനാണ്, അതിന് പകരമായി BJPയെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ CPM സഹായിക്കും എന്നൊക്കെയാണ് സംസാരം. ലിസേ, ഇത് ഈ പറയുന്നതിൽ തന്നെ കോൺട്രഡിക്ഷൻ നോക്കൂ. ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ക്യാമറയുടെ മുമ്പിൽ കേരള ഹൗസിലാണോ ആരെങ്കിലും ചെയ്യുക? ഇതെല്ലാം ഒരു റിഡിക്കുലസ് ചാറ്ററാണ്. ഇത് ചിലപ്പോഴെല്ലാം നമ്മളെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കോമൺ സെൻസ് ഇൻ്റർപ്രിട്ടേഷൻ മതി. എല്ലാത്തിനും ഒരു ട്വിസ്റ്റഡ് പ്രിസം കൂടെ നോക്കുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ കോൺസ്പിറസി തിയറീസ്. ഓക്കെ, അത് മീഡിയൻ്റെ ഒരു ഫ്ലേവറാണ്, അത് ചെയ്യണം. മീഡിയ ഒബ്സർവേഴ്സ് എല്ലാവർക്കും ഒരു മസാല. രണ്ടാൾ മീറ്റ് ചെയ്തു, ഭയങ്കര അലയൻസ് ആണ്. പിന്നെ കോൺഗ്രസ്സുകാർ ഇത് തെലങ്കാനയിൽ ഈ ഫോർമുല നന്നായി സക്സസ്ഫുൾ ആയിട്ട് നടപ്പിച്ചല്ലോ അവർ BRS. അവർക്ക് ഇതിലൊരു മോട്ടിവേഷൻ ഉണ്ട്. ഈ നറേറ്റീവ് ഫുൾ BJPക്ക് ഒരു മോട്ടിവേഷനും ഇല്ല. എന്താ ഇവരുടെ കൂടെ ഞങ്ങൾ ടൈപ്പ് ഉണ്ടോ? ഇല്ല, ഞാൻ ചോദിക്കുവാണ്. ഐ ആം ആസ്കിങ് യു. ഞങ്ങളുടെ ഐഡിയോളജി ഒരു 180 ഡിഗ്രി ഡിഫറൻസ് ഏത് പാർട്ടി ഒരു പാർട്ടീൻ്റെ കമ്പാരിസണിൽ ഉണ്ടെങ്കിൽ ഈ നാടിൽ അത് CPM അല്ലേ. ഞങ്ങൾ ഫ്രീ മാർക്കറ്റ്, എൻ്റർപ്രൈസ്, ഓൺട്രപ്രണർഷിപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ജോബ്സിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ ചെയ്യുന്നത് അതാണ്. ഇവരെന്താ കലക്ടിവിസം, കാൾ മാർക്സ്, തൊഴിൽ, നോക്കുകൂലി. ഞങ്ങൾ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഉള്ളൊരു കേരളമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർ എന്താ നോക്കുകൂലിൻ്റെ കേരളം. ഇതിലെന്താണ് കോമൺ ലൈൻ? കോമൺ ഉണ്ടെങ്കിൽ ആരാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിനെ പറ്റി സംസാരിക്കുന്നത്? രാഹുൽ ഗാന്ധി അല്ലേ. ആരാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റിനെക്കാട്ടും ഫാർ ലെഫ്റ്റ്? കോൺഗ്രസ് അല്ലേ. അപ്പോൾ അതൊന്നുമല്ല. ഇത് ശരി, ചില പാർട്ടീസിന് ഈ നറേറ്റീവ് പുട്ട് ഫോർത്ത് ചെയ്താൽ ഒരു മൈനോറിറ്റി വോട്ട് കിട്ടുന്നു ആഗ്രഹിച്ചിട്ട് ഈ സർക്കസും എല്ലാം ചെയ്യും. അത് നടക്കില്ല. ഞാൻ ഉണ്ടാവുന്നവരെ, ഞങ്ങൾ BJP ഉണ്ടാവുന്നവരെ മിസ്ഇൻഫർമേഷൻ, നുണേൻ്റെ രാഷ്ട്രീയം ഞങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല. ഇതെന്താണ് നടന്നത്? നമ്മുടെ കേരളം എന്ന് പറഞ്ഞ നാട് ഒരു ഇക്കണോമിക് ബാങ്ക്രപ്സിൻ്റെ സിറ്റുവേഷനിലാണ്. അവർക്ക് ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല. കടം വാങ്ങിച്ചിട്ടാണ് ഈ സർക്കാർ ജീവിക്കുന്നത്. അത് കോൺഗ്രസ് ആണോ ലെഫ്റ്റ് ആണോ, കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, തൊഴിലില്ല, ഗവൺമെൻറ്റിന് റവന്യൂസ് ഇല്ല, ടാക്സ് റവന്യൂസ് ഇല്ല. കിട്ടുന്ന റവന്യൂസ് എല്ലാം ഡെവല്യൂഷൻ മണിയാണ് സെൻറ്ററിന്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഗവർണർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്ന മാതിരി സബ്കാ സാത്ത് സബ്കാ വികാസ്, കേരളയ്ക്ക് കുറച്ച് ഒരു കടം വാങ്ങാനൊരു ലീവേ തരണം. അതിന് ഗവർണർ ടുക്ക് ദി ഇനീഷ്യേറ്റീവ്, ഒരു മീറ്റിംഗ് നടത്തി. അത് കഴിഞ്ഞിട്ട് നിർമ്മല സീതാരാമൻജി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് അതിന് അലൗ ചെയ്തു. അത് ഞാനും ചെയ്യാൻ തയ്യാറാണ്, ഞാനും ചെയ്യും. എൻ്റെ നാടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ചെയ്യും. ഞാൻ 4 ദിവസം മുമ്പ് പറഞ്ഞു, ആശാ വർക്കേഴ്സിന് ഞാൻ ദയവായി ഞാൻ പറഞ്ഞു, അവരെ ഈ കുറച്ചുള്ള കാശ് സംസ്ഥാന സർക്കാർ കൊടുക്കണം. ഈ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്, ഞാനത് നഡ്ഡാജി പറയണ്ട, ഒരു ഡിസ്പ്യൂട്ടും ഇല്ല, കൊടുക്കണ കാശെല്ലാം കൊടുത്തിട്ടുണ്ട്.
അതുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് അത് ഇന്ന് റിസോൾവ് ചെയ്യാൻ ഈ അധ്വാനിക്കാൻ തയ്യാറാണ്. ബട്ട് ആ ചെറിയൊരു കാശിന് എന്തിനാണ് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് ഈ ഡിസ്പ്യൂട്ടിൻ്റെ പേരിൽ? അതുകൊണ്ട് ഇത് ഒരു ഗവർണർ പ്ലേഡ് എ റോൾ. ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് കടം വാങ്ങാനൊരു പെർമിഷൻ കൊടുക്കണമെന്ന് അദ്ദേഹം ഫെസിലിറ്റേറ്റ് ചെയ്തു ആ മീറ്റിംഗ്. അത് നമ്മളുടെ എല്ലാവരുടെയും ഒരു കടമയല്ലേ. ഒരു അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നും പറയുന്നു, പിണറായി വിജയൻജി സംസ്ഥാന സർക്കാരിലാവുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സർക്കാരിനെയും ജനങ്ങളെ ബെനിഫിറ്റ് ചെയ്യാൻ ഞങ്ങൾ ചെയ്യും. ചോദിച്ചാൽ ഞങ്ങൾ ചെയ്യും. അത് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഇതിന് ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് കൊടുത്ത് ഇതൊരു അലയൻസ് ആണ്. എനിക്കൊരു അലയൻസ് ചെയ്യണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ ലെഫ്റ്റിൻ്റെ കൂടെ ആരെങ്കിലും കൂടെ ഞാനത് ക്യാമറേൻ്റെ മുമ്പിൽ ചെയ്യില്ല. ഒന്ന്. രണ്ടാമത്തത് അത് സീക്രട്ടിലായിരിക്കും. മൂന്നാമത്തത് ഈ 2 പാർട്ടീൻ്റെ കൂടെ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവരെ പുറത്താക്കാനാണ് ഞങ്ങളുടെ കടവ്, ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയും ഞങ്ങളുടെ ഒരു മിഷനും. രാജീവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഒരു 2006 രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രാജീവിന് 2 സൈഡും സപ്പോർട്ട് ചെയ്തു, ബി ജെ പിയും. എന്തുകൊണ്ടാണ്, ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് രാജീവിന് പൊളിറ്റിക്സിലേക്ക് വരണമെന്ന് തോന്നിയത്? അത് ഇങ്ങനെ ഒരു സപ്പോർട്ട് അവരെ എങ്ങനെ കൺവിൻസ് ചെയ്തു? അല്ല, ഇതൊരു വളരെ എനിക്ക് കുറേ പ്രാവശ്യം എൻ്റെ ഫാമിലിയും ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2006 ഞാൻ എൻ്റെ ബിസിനസ് വിറ്റ് ഒരു 6-8 മാസം ഒന്നും ചെയ്യാണ്ട് വീട്ടിലായിരുന്നു. ആ സമയത്താണ് അവിടെ നമ്മുടെ കർണാടകയിൽ BJP JDSൻ്റെ ഒരു കോലിഷൻ ഗവൺമെൻറ് ഫോം ആയത്, കുമാരസ്വാമി യെദ്യൂരപ്പജി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആസ് എൻ ഓൺടർപ്രണർ ഞാൻ ഫൈറ്റ് ചെയ്തതാണ് പൊളിറ്റീഷ്യൻസിനെ. പിന്നെ WLL സ്കാം. അതെ. അപ്പോൾ അന്ന് ആരോ വീട്ടിൽ വന്ന് ഒരു സൺഡേ ഞാനൊരു ഏഷ്യാനെറ്റിലിരുന്ന പിക്ചർ കാണായിരുന്നു, ബിരിയാണിയും കഴിച്ച്. അപ്പോൾ ആരോ വന്ന് ചോദിച്ചു, ഞാൻ ദേവേഗൗഡജീനെ കാണാൻ പോകുന്നുണ്ട്, വരുന്നോ? ഞാൻ ദേവേഗൗഡജീനെ ആദ്യം കണ്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സർ ഓക്കെ നമുക്ക് പോവാം. പിക്ചർ അങ്ങനെ ഒരു വലിയൊരു ഹിറ്റൊന്നും പിക്ചർ ആയിരുന്നില്ല. അപ്പോൾ പോയി. എന്നിട്ട് ദേവേഗൗഡജിയാണ് ആദ്യം എൻ്റെ മൈൻഡിൽ ആ ഐഡിയ തന്നത്, വൈ ഡോണ്ട് യു ജോയിൻ പോളിറ്റിക്സ് എന്ന്, ഒരു ഫ്ലൂക്ക് ആയിട്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനിപ്പോൾ ഐ എം ഔട്ട് ഓഫ് ബിസിനസ്, ഒന്നും ചെയ്യുന്നില്ല, ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ഇങ്ങനെ നടന്നു ഒരു ടേം അങ്ങ് ട്രൈ ചെയ്യാം. ഞാൻ ആ സൈഡിൽ നിന്നല്ലേ പോളിറ്റീഷ്യൻസ് എല്ലാം കണ്ടത്. സോ ലെറ്റ് us give it a try എന്ന് പറഞ്ഞിട്ട് ഐ ഗോട്ട് ഇൻ ടു ഇറ്റ്. അപ്പോൾ അഡ്വാനിജിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അനന്ത് കുമാർജി ഉണ്ടായിരുന്നു അന്ന്, കർണാടക BJP. അപ്പോൾ അവർ പറഞ്ഞു യെസ് വി വിൽ സപ്പോർട്ട്. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ വന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചത് ഒരു ടേം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഐ വിൽ ഗോ ബാക്ക്. ബട്ട് ആദ്യത്തെ ടേമിലാണ് ഞാൻ 2G സ്കാമും അതെല്ലാം ഫൈറ്റ് ചെയ്തത്, 1 rank 1 pension. സോ in a way I discovered meaning, ഒരു ഡിസ്കവേർഡ് ദാറ്റ് പോളിറ്റിക്സിലും എനിക്ക് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. 2G സ്കാം എസ്പെഷ്യലി. എന്നിട്ട് എന്നെ റെയ്ഡ് ചെയ്തു, എന്നെ അതെല്ലാം ചെയ്തു UPA സമയത്ത്. അതാണ് എനിക്ക് എൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിൻ്റെ ഒരു ട്രജക്ടറി. അവിടുന്ന് തൊട്ട് ഈ 18 കൊല്ലം രാജ്യസഭയിൽ. അപ്പം 2 കൂട്ടരെയും കൺവിൻസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയൊന്നും ഞാൻ കാണുന്നില്ല. ദേവേഗൗഡജി എൻ്റെ അടുത്തൊരു 35 MLAs ഉണ്ടായിരുന്നു. BJPൻ്റെ അടുത്ത് ഒരു എക്സ്ട്രാ 20 MLAs ഉണ്ടായിരുന്നു. 4ാമത്തെ സീറ്റിന് വി നീഡഡ് 48 MLAs. അവർക്ക് അവരുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നില്ല BJPൻ്റെ. ദേവേഗൗഡയ്ക്ക് ഒരു കാൻഡിഡേറ്റ് വോട്ട് അവർക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റിയില്ല, അങ്ങനെ വോട്ട്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വലിയ കൺവിൻസിങ് ഇറ്റ് കെയിം വെരി ക്വിക്ക്ലി, വെരി സഡൻലി ആൻഡ് വെരി സ്മൂത്ത്ലി. അങ്ങനെ ഞാൻ ആരെ പോയി കാണുകയോ ആരെ പോയിട്ട് കൺവിൻസ് ചെയ്യുന്നു. ഞാൻ അഡ്വാനിജിനെ വന്ന് ഇവിടെ കണ്ടു. അഡ്വാനിജി പറഞ്ഞു യെസ് യു മസ്റ്റ്, ഇഫ് യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ് യു മസ്റ്റ് സെർവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു. എന്നിട്ട് റെസ്റ്റ് ഇസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മതി. രാജീവ് ഒരു പറഞ്ഞു ബിസിനസ് വിട്ട് കുറച്ച് നാൾ വീട്ടിലിരിക്കാൻ. എന്നാൽ തന്നെയും രാജീവിൻ്റെ ഒരു ഇമേജും രാജീവിൻ്റെ ആക്ടിവിറ്റീസ് മറ്റുള്ളവർ പുറത്തുനിന്ന് കാണുന്നതല്ല ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിലായിരുന്നു ആദ്യം.
അപ്പോൾ ആ ഒരു എവിടെയെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, കേരളത്തിൽ നടന്ന ഒരു അല്ലെങ്കിൽ നടക്കുന്ന ഒരു എഗെയിൻ അനദർ ചാപ്റ്ററാണ് EP ജയരാജൻ്റെ റിസോർട്ട്, വൈദേഹി റിസോർട്ടിൻ്റെ സംഭവം. ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ പൊളിറ്റിക്സും ഈ അത്തരം ഒരു ബിസിനസ് പാസ്റ്റ് എന്നാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ തന്നെയും ഒരു കോൺഫ്ലിക്റ്റ് വരാറില്ലേ? ഇല്ല, ഞാൻ ചെയ്തതെല്ലാം എൻ്റെ 18 കൊല്ലം രാഷ്ട്രീയത്തിൽ ചെയ്തതെല്ലാം ഒരു ക്ലീൻ ബുക്ക്, പ്ലെയിൻ ഓപ്പൺ ബുക്കാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. ആൻഡ് ഞാൻ എൻ്റെ ഒരു ജനറ്റിക് മേക്കപ്പ് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനാണ്. ഞാൻ പോളിറ്റിക്സ് കാണുന്നത് ഒരു പബ്ലിക് സർവീസ് ആയിട്ടാണ്. ഞാനിപ്പോൾ ഇഫ് ഐ വാസ് നോട്ട് ഇൻ പോളിറ്റിക്സ് ഐ വുഡ് ഹവ് ബീൻ ഇൻ ബിസിനസ് ആൻഡ് ഐ വുഡ് ഹവ് ഡൺ മച്ച് മോർ. എത്രയോ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വൈ ഡിഡ് യു ഈ 40-ാം വയസ്സത്തിൽ എറ്റ് ദ പ്രൈം യു ലെഫ്റ്റ് ബിസിനസ് ആൻഡ് ടെലികോം ആൻഡ് ടെക്നോളജി ആൻഡ് ഡെഡിക്കേറ്റഡ് 18 years ടു പബ്ലിക് ലൈഫ്. അതിൽ എനിക്ക് ഒരു ഫുൾ ടൈം ബിസിനസ്സോ ഒന്നും ചെയ്യാൻ ഒരു ടൈമും കിട്ടിയില്ല. ഞാൻ ആദ്യം ചാടിയ മുതൽ ഓപ്പോസിഷൻ പാർട്ടിയിലായിരുന്നു, ഓപ്പോസിഷൻ ബെഞ്ചസിലായിരുന്നു. എന്നിട്ട് ഞാൻ പേഴ്സണൽ റിസ്ക് എടുത്തിട്ട് 2G സ്കാമും അതിൻ്റെ എല്ലാം പെയിനും കോൺസിക്വൻസും എനിക്ക് സഫർ ചെയ്യാൻ ഐ ഹാഡ് ടു സഫർ. സോ എൻ്റെ ഒരു കോൺഷ്യസ് ഡിസിഷനായിരുന്നു. ഐ ആം ഗോയിങ് ടു ഡൂ ദിസ് ആൻഡ് ഐ ആം ഗോയിങ് ടു ഡൂ ഇറ്റ് വെൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ സ്വെയറിങ്ങിൻ്റെ ദിവസം ഭൈരവ് സിംഗ് ജി ഷിക്കാവത്തായിരുന്നു വൈസ് പ്രസിഡൻറ്റ്. ഞാൻ പേര് പറയുന്നില്ല, ഒരു കോൺഗ്രസ് സീനിയർ ലീഡറും ഒരു CPM സീനിയർ ലീഡർ വിമൻ അവിടെ ഇരുന്നിട്ട് ഖുസൂർ പുസൂർന്ന് ലൗഡ്ലി, എന്നിട്ട് ഞാൻ കേട്ടു അത്, വേറൊരു സേട്ട് വന്നല്ലോ, ഇവരെങ്കിലും ഇങ്ങനെ മിസ്യൂസ് ചെയ്യാനാണ് വരുന്നത്. അത് കേട്ടിട്ടാണ് അന്ന് ഞാൻ തീരുമാനിച്ചു ഇവരെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കും. I'll prove them wrong that a person with a business and entrepreneurial background can also succeed in politics and public life. എന്നിട്ട് ഐ തിങ്ക് ഞാൻ എൻ്റെ റിപ്പോർട്ട് കാർഡ് ഞാൻ തരേണ്ട ആളല്ല, ബട്ട് എൻ്റെ 18 കൊല്ലത്തിൽ പബ്ലിക് ലൈഫിൽ ഐ ഹാവ് ഡൺ മാക്സിമം ഓഫ് വാട്ട് ഐ കുഡ് ഡു. ഐ ഹാവ് സെർവ്ഡ് മൈ പീപ്പിൾ, സെർവ്ഡ് മൈ കൺട്രി, സെർവ്ഡ് മൈ സ്റ്റേറ്റ്. അതിന് ഞാൻ ചെയ്തതിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻ്റെ ഫാമിലിക്ക് ഞാൻ ചെയ്ത പണിയിലെല്ലാം കുറച്ച് അവർക്ക് റെസ്പെക്റ്റ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. സോ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരില്ല. എന്നിട്ട് EP ജയരാജനെ പറ്റി ഇത് ചോദിച്ച് ആൻസർ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ബിസിനസ്സും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഭയങ്കര പബ്ലിക് ആൻഡ് ട്രാൻസ്പെറൻറ്റാണ്. ഞാൻ DK ശിവകുമാർ മാതിരി ഒളിച്ച് ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരനൊന്നുമല്ല. എനിക്കങ്ങനെ ഒളിച്ചു ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് EP ജയരാജൻ്റെ ഒരു പ്രോപ്പർട്ടി ഒരു കമ്പനി, നിർമായ എന്ന് പറയുന്ന കമ്പനി മാനേജ് ചെയ്യുന്നു. വാങ്ങിച്ചതല്ല, അത് വിറ്റതുമല്ല, അതൊരു മാനേജ് ചെയ്യുന്നു. എൻ്റെ ഒരു വീടുണ്ടെങ്കിൽ വാടകയ്ക്ക് ഞാൻ ആർക്കെങ്കിലും കൊടുത്താൽ ആ വാടകയിൽ താമസിക്കുന്ന ആളുടെ വീടായില്ലല്ലോ, അത് മതി, അത് ചെയ്യുന്നു. സോ ഒരു കമേഴ്ഷ്യൽ ഡീൽ, നിർമ്മായൻ്റെ ഒരു കമേഴ്ഷ്യൽ ഡീലാണ്. അതിൽ എൻ്റെ ഒരു റോളും ഇല്ല. ചെയ്യുന്ന ആൾക്കാർ ചെയ്തു, അതൊരു കമേഴ്ഷ്യൽ ഡീൽ. രാജീവ് രാജ്യസഭ MP ആയിരുന്നെങ്കിലും ആദ്യമായി 2024 ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് വന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ആൾക്കാർ പലരും പ്രതീക്ഷിക്കാത്ത അത്ര ഒരു പെർഫോമൻസ് ആയിരുന്നു രാജീവിൻ്റെ, വളരെ ചെറിയ സമയം കൊണ്ട്. പക്ഷേ ശശി തരൂർ അല്ലായിരുന്നെങ്കിൽ ആ ഇലക്ഷൻ ജയിക്കുമായിരുന്നെന്ന് രാജീവിന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ഇഷ്യൂ അവിടെ ശശി തരൂരോ പേഴ്സൺ ബിയോ പേഴ്സൺ സി അല്ല ഇഷ്യൂ. എനിക്ക് കിട്ടിയത് സമയം 35 ദിവസമായിരുന്നു എനിക്ക് കിട്ടിയത്. തിരുവനന്തപുരം എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസി 7 അസംബ്ലി സെഗ്മെൻറ്റ്സും നല്ലൊരു ലാർജൊരു ഏരിയയാണ്. അതിൽ ഡൈവേഴ്സ് ജനങ്ങൾ, തീരദേശത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ നാടാർ കമ്മ്യൂണിറ്റി ഉണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ നായർസ് ഉണ്ട്, ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മൾ ഹിന്ദുക്കളും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്ത് എത്താൻ തന്നെ എനിക്ക് സമയം കിട്ടിയില്ല. നെയ്യാറ്റിൻകര, കോവലം, തിരുവനന്തപുരം സിറ്റി ഒരു ഡെമോഗ്രഫി, അത് എഡ്യൂക്കേറ്റഡ്, ബട്ട് കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, എനിക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ടൈം കിട്ടിയില്ല. അപ്പോൾ കോൺഗ്രസ്സിന് CPM അവർക്കൊരു ബേസ് വോട്ടുണ്ട്. ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീൻ്റെ വോട്ട്
BJP-നെ വർഗീയവാദി എന്ന് പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ച് ആ ഒരു ട്രഡീഷണൽ വോട്ട് ബാങ്ക് അവർക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടുന്നൊരു കംവോട്ട്മേ. അതുകൊണ്ട് അതിൽ ഞങ്ങൾ ഡെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് സത്യം മുമ്പോട്ട് വെച്ചിട്ട് ഇത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ജനങ്ങളെ സേവനം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഒരു മെസ്സേജ് റെസനേറ്റഡ്. എനിക്കൊരു 10-15 ദിവസം ഗോട്ട് ആ ഒരു കോസ്റ്റൽ ഏരിയയിലെല്ലാം പോയിട്ട് എന്തെങ്കിലും പണി ചെയ്യാൻ ഞാൻ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സമയം കിട്ടിയിരുന്നു വി ഇവിടെ വൺ ദാറ്റ് ഇലക്ഷൻ. ബട്ട് അല്ലേ എനിവേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഞാൻ പറയേണ്ട ഇഷ്യൂ ഇതാണ്, അവിടെ കാൻഡിഡേറ്റ് അല്ല, കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ട് കോൺഗ്രസ്സിന് കിട്ടും. ബിക്കോസ് അത് മാറ്റാനാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. വിച്ച് ഈസ് ഈ BJP-നെ വർഗീയവാദി എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു 1.2 lakh മുസ്ലിംസ് വോട്ട് ചെയ്യില്ല, പിന്നെ കോസ്റ്റൽ ക്രിസ്ത്യൻസ് വോട്ട് ചെയ്യില്ല. ആ ഒരു ബേസിൽ. So you think that there will be a time the Muslims also will vote for BJP? ഞാൻ ഭയങ്കര പൊളിറ്റിക്കൽ ആനലിസ്റ്റ് ഒന്നല്ല കേട്ടോ ലിസ. ഞാൻ കോമൺ സെൻസിൽ ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അത് എൻ്റെ സ്റ്റേറ്റ് കൗൺസിലിൽ പറയും, ഞങ്ങൾ ഈ വികസനം പുരോഗതി ഞങ്ങളുടെ ദൗത്യമാണെന്ന് പറയുമ്പോൾ അധികാരത്തിൽ വന്ന് എല്ലാ കുടുംബത്തിലും ഒരു വികസന സന്ദേശം കൊടുത്ത് അവരെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഒരു മതത്തിനെ വിട്ടിട്ടോ ഒരു സമുദായത്തിനെ വിട്ടിട്ടോ മറ്റവർക്ക് ചെയ്യണമെന്നല്ല പറഞ്ഞത്, എല്ലാവർക്കും വേണം. ഇന്ന് ഒരു മുസ്ലിം കുട്ടിക്കും വേണ്ടേ അവസരങ്ങൾ, അവർക്കും വേണ്ടേ സ്കിൽസും എഡ്യൂക്കേഷൻ, അവർക്കും വേണ്ടേ തൊഴിൽ, ഒരു ക്രിസ്ത്യൻ കുട്ടിക്കും വേണ്ടേ. അവർ തൊഴിലും ഓപ്പർച്യൂണിറ്റീസും എല്ലാം കേരളത്തിൻ്റെ പുറത്താവണോ, അവരെ പുറത്ത് പറഞ്ഞാക്കണോ? അതുകൊണ്ട് ഞങ്ങളുടെ മെസ്സേജ് അപ്പീൽസ് സബ്കാ സാത്ത് സബ്കാ വികാസ് ഞങ്ങളെ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് എല്ലാവർക്കും അപ്പീൽ ചെയ്യുന്നൊരു മെസ്സേജാണ്. അത് എല്ലാവരുടെ അടുത്ത് എത്തണം. ഇതുവരെ ഒരു 10, 15, 20 കൊല്ലമായിട്ട് ഞങ്ങളെ വർഗീയവാദി എന്ന് പറഞ്ഞ് ഡീമനൈസ് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റീനെ 2 കമ്മ്യൂണിറ്റീനെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ലെഫ്റ്റും കോൺഗ്രസും നന്നായി സക്സസ്ഫുൾ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ മാറ്റണം, അത് മാറ്റും. രാജീവ്, ഒരു ഇപ്പോഴത്തെ ഗവൺമെൻറ്റിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ രാജ്യത്ത് സംസാരിക്കുന്ന ഒരു ടോക്കിംഗ് ഹെഡ്സിൽ ഈ AI പറ്റിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയൊക്കെ വളരെ ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള 2 ചോദ്യം ചോദിച്ചോട്ടെ. ഒന്ന്, ഈ ഒരു വ്യൂ ഉണ്ട്, ഇന്ത്യ ഷുഡ് ബിൽഡ് ആൻ LLM എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു കൂട്ടർ പറയുന്നു അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഓൾറെഡി ഇറ്റ് ഈസ് ക്രൗഡഡ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? അത് വേറൊരു പോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു ലോങ് ആൻസറാണ്. അതൊന്നുമല്ല. ഇന്ത്യ ഈ വരുന്ന ഈ ടെക്നോളജി മേഖലയിൽ ഇന്ത്യക്ക് കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യണം. ഇതൊരു ആപ്പിൻ്റെ ഇഷ്യൂ അല്ല. എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഫേസ്ബുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതല്ല ഇഷ്യൂ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഡ്രമാറ്റിക്കലി ഡിസ്റപ്റ്റീവ് ടെക്നോളജിയാണ്. അത് ഡിഫെൻസ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ആണോ, നമ്മുടെ പേഴ്സണൽ ലൈഫാണോ, സൊസൈറ്റൽ സ്ട്രക്ചർ ആണോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ ആണോ, വാല്യൂ സിസ്റ്റംസ് ആണോ, അതിലെല്ലാം നന്നായി ഡീപ്പായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ്. അതിപ്പോൾ ഏർലി ഡേയ്സ് ആണ്. ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അമേരിക്കൻ്റെ ഒരു പ്ലാറ്റ്ഫോം എടുത്തോളോ അല്ലെങ്കിൽ ചൈനേൻ്റെ പ്ലാറ്റ്ഫോം, അവർ മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഇമ്പാക്റ്റ്. ഞാൻ പറയുന്നത് നമുക്ക് പാർട്ട്ണർഷിപ്പും വേണം, പുറത്തെ ടെക്നോളജിയും യൂസ് ചെയ്യണം, നമ്മുടെയും ടെക്നോളജി കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യണം. അതാണ് ഇൻ ഷോർട്ട് എൻ്റെ അപ്രോച്ച്. അതാണ് ഞങ്ങൾ, ആൻഡ് അക്കോർഡിംഗ് ടു മീ അതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിൻ്റെയും വ്യൂ. പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു ഗ്ലോബലി നടക്കുന്ന ഇതിൻ്റെ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ. അതിലിപ്പോൾ ChatGPT വരുന്നുണ്ട്, അല്ലെങ്കിൽ DeepSeek വരുന്നുണ്ട്. ഇന്ത്യ നമ്മൾ ഒത്തിരി പുറകിലാണോ ആ കാര്യത്തിൽ? പണ്ടുള്ള ഓൺലൈൻ റെവല്യൂഷനിൽ പല പ്രാവശ്യവും നമ്മൾ പുറകിലാണെന്ന് രാജീവിനെ പോലുള്ളവരുടെ അസസ്മെൻറ്റ് അങ്ങനെയായിരുന്നല്ലോ. ഇല്ല, ഇതിൽ AI ഒരു റേസാണ്. ആ റേസ് ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ റേസിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കിയാൽ ശരിയാണ്, അത് അമേരിക്കയാണ് ലീഡ് ചെയ്യുന്നത്, ചൈനയാണ് ക്ലോസ് നമ്പർ 2, ഇന്ത്യ ഒരു ഡിസ്റ്റൻറ്റ് നമ്പർ 3 ആണ് ഇപ്പോഴത്തെ സ്റ്റേറ്റസ്. അപ്പോൾ ഈ റേസ് ഒരു മാരത്തോണാണ്, ഒരു 100 മീറ്റർ സ്പ്രിൻ്റ് അല്ല.
അപ്പോൾ ആ മാരത്തോണിൽ 3-ാം നമ്പറിൽ ഇരിക്കുന്ന ഇന്ത്യ കുറച്ച് കഴിഞ്ഞാൽ ഒരു അധ്വാനിച്ചാലും ആ ഒരു ഈക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് പോളിസീസ് എല്ലാം പൊട്ടൻഷ്യൽ വി ഹാവ് ദ പൊട്ടൻഷ്യൽ ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ദാറ്റ് വി വിൽ ബി അമംഗ്സ് ദ ടോപ്പ്. സോ അപ്പോൾ അതിന് പറ്റിയൊരു മാൻ പവർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? അത് ബിൽഡ് ചെയ്യണം. So are we actually investing enough money? I mean, other Prime Minister Narendra Modi ji January 2024 ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് 20,000 കോടിൻ്റെ 20,000 crores-ൻ്റെ ഒരു AI മിഷൻ അദ്ദേഹം അപ്രൂവ് ചെയ്തു. അത് ചെയ്തത് അതിന് മുമ്പ് 2 കൊല്ലം മുമ്പേ 76,000 crores സെമി കണ്ടക്ടർ. 2.5 കൊല്ലം ഇന്ത്യ സെമി കണ്ടക്ടറിൽ മുമ്പോട്ട് പോയ ആ ഒരു സ്പീഡ് നോക്കിയാൽ 75 കൊല്ലം നമ്മൾ ഒന്നും ചെയ്യാത്തൊരു ഇന്ത്യ ഇന്ന് സെമി കണ്ടക്ടർ ലോകത്തിൽ വി ആർ എ പ്രസൻസ് 2.5 years. അത് നരേന്ദ്രമോദിജിൻ്റെ വിഷനും ആ ഫണ്ടിങ് കൊണ്ടാണ്. അതേമാതിരി ഇപ്പോൾ ജാനുവരി 2024 20,000 crores തന്നിട്ടുണ്ട്. നമ്മൾ ഒരു 1.5 കൊല്ലം ഇങ്ങനെ നന്നായി മുമ്പോട്ട് പോയാൽ സെമി കണ്ടക്ടറിൻ്റെ സക്സസ് ഇവിടെയും കിട്ടാൻ. So you are happy with the pace we have it? No, I am happy എന്ന് പറഞ്ഞാൽ, to be frank, I would be happier if I was in government steering it. But I mean, I'm joking. അല്ല, അതൊരു പേഴ്സണൽ ഇത്. I would also be very excited if I was doing AI full time. അതല്ല, ബട്ട് അത് വിട്ടിട്ട് ഞാനിപ്പോൾ ഒരു കഴിഞ്ഞൊരു 4 ദിവസം മുമ്പേ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരു 16-year-old ബോയ്, 11th standard ബോയ്, കുട്ടി പേരൻസിൻ്റെ കൂടെ ഹി ഹാഡ് സെൻറ്റ് മീ എൻ ഇമെയിൽ. ആൻഡ് ഞാൻ ഓവർ എക്സാജറേറ്റ് ചെയ്യാലോ, ആബ്സൊല്യൂട്ട് പ്രോഡിജി AI-യിൽ തിരുവനന്തപുരത്ത് ഒരു 11th സ്റ്റാൻഡേർഡിൻ്റെ സ്റ്റുഡൻറ്റ് എൻ്റെ കൂടെ AI-നെ പറ്റി ഹി സ്പോക്ക് ലൈക്ക് എ മാസ്റ്റർ. ഞാൻ അങ്ങനെ കോംപ്ലിമെൻ്റ് കൊടുക്കുന്ന ആളല്ല. അപ്പോൾ ഐ വാസ് സോ ഇംപ്രസ്ഡ്. ഞാൻ പേരൻസിനോട് പറഞ്ഞു ഞാൻ വന്ന് മെൻറ്റർ ചെയ്യാൻ തയ്യാറാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ട്വീറ്റ് ചെയ്തു, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെൻറ്റർ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ 2 ദിവസത്തിൽ 1380 ഇമെയിൽസാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെല്ലാം അത് എങ്ങനെയാണ് അവരെ മെൻറ്റർ ചെയ്യാൻ പോകുന്നത് അതെല്ലാം എനിക്കിപ്പോൾ തീരുമാനിക്കണം, ഹൗ ടു ഹെൽപ്പ് ദം. ബട്ട് ഐ സ്റ്റിൽ ആം വെരി ഡിറ്റർമിൻഡ്. ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യണം. ടു ദ മാക്സിമം ഐ ക്യാൻ, ഐ വിൽ വോണ്ട് ടു ഹെൽപ്പ് ദം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു പൊളിറ്റിക്സ്. വെൻ രാജീവ് ഇപ്പം കഴിഞ്ഞ ദിവസം പാർട്ടി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഫാമിലിയെ പറ്റി പറഞ്ഞപ്പോൾ യു ചോക്ട്. ലൈക്ക് എത്ര ഇൻഫ്ലുവൻസിങ് ആയിരുന്നു ഫാമിലി ഇങ്ങനെ? അതായത് ആദ്യം ഒരു ടെക്നോക്രാറ്റ് ലൈഫ്, പിന്നെ ഒരു ബിസിനസ് മാൻ, പിന്നെ ഒരു പൊളിറ്റീഷ്യൻ. അല്ല, എൻ്റെ അച്ഛൻ ഹാസ് ബീൻ എ ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഓൺ മീ. എൻ്റെ അച്ഛൻ ഒരു കോട്ടായി ചെറിയ ഗ്രാമത്തിൽ നിന്ന് he joined the Air Force and worked his way to becoming a pilot. He didn't join ചെയ്തപ്പോൾ പൈലറ്റ് ആയിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു വീട്ടിൽ നിന്ന് ആൻഡ് ഒരു ഈ നമ്മൾ പേട്രിയോട്ടിസം എന്ന് പറയുന്ന കുറേ ആൾക്കാർ നമ്മൾ ജീവിതത്തിൽ കാണല്ലോ. ഇങ്ങനെ ഡൽഹി ഈസ് ഫുൾ. ബട്ട് ഇദ്ദേഹം, എൻ്റെ ഫാദർ ഈസ് എ ട്രൂ ലിവിങ് ബ്രീതിങ് സിമ്പിൾ ഓഫ് ഇന്ത്യ ഫസ്റ്റ്. അപ്പോൾ ഫ്രം മൈ ഫാദർ ഐ ഹാവ് ലേൺഡ് എ ലോട്ട് അബൌട്ട് ഇന്ത്യ, പബ്ലിക് ലൈഫ്, and working for the country. അപ്പോൾ he is obviously very proud of where I have gone with my career. ഈ കേരള BJP പ്രസിഡൻഷിപ്പിനെ പറ്റി കേട്ടപ്പോൾ he called me അന്ന് രാവിലെ. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ സെക്യൂരിറ്റി ഉണ്ടോയെന്നാണ് ചോദിച്ചത്. അത് ഇത് ചെയ്യണോ, സെക്യൂരിറ്റി ഉണ്ടോയെന്നാണ് ചോദിച്ചത്. അത് വിചാരിച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അതങ്ങനെ മൈൻഡിൽ വന്നത്. ദാറ്റ്സ് വൈ ഐ ചോക്ട് അപ്പ്. അത് ആ ചോക്കപ്പ് കൊണ്ട് ഞാൻ ഐ ഡിഡ്ന്റ് വാണ്ട് പീപ്പിൾ ടു സീ ഇറ്റ്. അപ്പോൾ ഞാൻ താഴ്ത്തു നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ നമ്മുടെ ലെഫ്റ്റ് സഖാവന്മാർ, എനിക്ക് മലയാളം അറിയില്ല, മലയാളം വായിച്ചിട്ടാണ് പറയുന്നത്, അതെല്ലാം പാർട്ട് ഫോർ ദ ഗോസ്. പക്ഷേ ഈ രാജീവിൻ്റെ കുടുംബത്തിൽ കുട്ടികളോ, ഭാര്യ, ഇവർക്കൊക്കെ രാഷ്ട്രീയത്തിൽ ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്. ഭാര്യ ഒരു നോൺ പൊളിറ്റിക്കൽ ഭാര്യയായിരുന്നു ടിൽ ദ തിരുവനന്തപുരം ഇലക്ഷൻ. She worked very hard and she was very very supportive and encouraging തിരുവനന്തപുരത്ത് ചെയ്യണമെന്ന്. She also ഈ പാർട്ടി പ്രസിഡന്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ
ഇത് ചെയ്യാൻ പറ്റുമോ എന്നല്ല ഒരു ഡൗട്ട്സ്. And you will be completely away, no? അതൊന്ന് ദാറ്റ് ഐ ബോട്ട് എ ഹൗസ്, തിരുവനന്തപുരത്ത് വീടുണ്ട്, ഷീ വിൽ കം ആൻഡ് സ്പെൻഡ് ടൈം ദേർ. അതല്ല ഇഷ്യൂ. എല്ലാവർക്കും ആ ഒരു ഈ കേരള ഒരു ഭയങ്കര ചാലഞ്ചാണ്, അത് ചെയ്യാൻ പറ്റുമോ രാജീവിന്, യു ആർ ടു ഡീസെൻറ്റ്. ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു നിങ്ങൾ ഭയങ്കര സോഫ്റ്റാണ്, ഈ കേരള രാഷ്ട്രീയത്തിൽ സോഫ്റ്റ് ആൾക്കാരൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉള്ള ആൾ ഞാൻ തന്നെയാണ്. വിത്ത് മൈ ഓൺ വേ ഐ വിൽ ഡു വാട്ട് മൈ ഡ്യൂട്ടീസ് ആൻഡ് വാട്ട് മൈ മിഷൻ ഇസ്. മകൻ അവിടെ ബാംഗ്ലൂർ പണിയെടുക്കുന്നു. ഡോട്ടർ ഇപ്പോൾ ലോ പഠിച്ച് ലണ്ടനിൽ ഒരു ട്രെയിനി ലോയറായിട്ട് പണിയെടുക്കുന്നു. ഷീ ഈസ് ഓൾസോ ഡൂയിങ് വെൽ. അപ്പോൾ രണ്ടാളും പൊളിറ്റിക്സ് താല്പര്യമുണ്ടോ? അല്ല, സപ്പോർട്ടീവാണ്. അവർക്ക് ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നും അവർ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ബട്ട് എൻ്റെ പണിയും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ദെയർ സജഷൻസ് എല്ലാം സോഷ്യൽ മീഡിയ, അച്ഛാ യുവർ ഇൻസ്റ്റാ ഹാൻഡിൽ ഇസ് നോട്ട് ഡൂയിങ് വെൽ, അതെല്ലാം. സോ ദേ ആർ ഇൻവോൾവ്, ബട്ട് എന്ന് പറഞ്ഞ മാതിരി ഇൻവോൾവ് ആസ് മച്ച് ആസ് എ ഫാമിലി ഷുഡ് ബി ഇൻവോൾവ്. രാജീവിൻ്റെ ലൈഫ് എനിക്കറിയാവുന്നിടത്തോളം വളരെ ഇവൻറ്റ്ഫുൾ ലൈഫ്. ലൈക്ക് യു ആർ ബോൺ ഇൻ ഗുജറാത്ത്, പിന്നെ ചൈൽഡ്ഹുഡ് വാസ് ഇൻ നോർത്ത് ഈസ്റ്റ്, അത് കഴിഞ്ഞ് ദെൻ യു ആർ ഷിഫ്റ്റഡ് ടു കേരള ഫോർ എ. അതല്ല സീക്വൻസ്, അതല്ല. Born in Gujarat, but then early childhood in Kerala. Thrissur. Then you were in Nagaland for a while. പിന്നെ ഫാദർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ 8-9 എൻ്റെ 12 കൊല്ലം സ്കൂളിങ് 9 സ്കൂൾസിലാണ്. അപ്പോൾ റൂട്ട്സ് ഒന്നുമില്ല. അങ്ങനെ എല്ലാവർക്കും ഉണ്ടല്ലോ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ, യു വിൽ ഓൾസോ ഹാവ് സം ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. എനിക്ക് അങ്ങനെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഒരു കേന്ദ്ര വിദ്യാലയയിൽ 6 മാസം, പിന്നെ മറ്റേ കേന്ദ്ര വിദ്യാലയം 8 മാസം, പിന്നെ മൂന്നാമത്തെ കേന്ദ്ര വിദ്യാലയം 1 കൊല്ലം. അങ്ങനെയായിരുന്നു ഒരു ലൈഫ് ഓഫ് എ നോമാഡ്. ഞാനൊരു ചോദ്യം ചോദിക്കാനാണ്. പക്ഷെ അപ്പം രാജീവ്, നമ്മൾ പലരും ഈവൻ ഞങ്ങളുടെ ജനറേഷനെ പറ്റിയാണെങ്കിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. അതായത് നമ്മൾ കുറേ കണ്ടു. അതായത് ആദ്യം രാജീവ് ഒരു ഇലക്ട്രിസിറ്റി വരുന്ന ഒരു സംഭവത്തിൽ നിന്ന് ടെലിഫോൺ വരുന്നിടത്തു നിന്ന് BPL ഫോൺ ലോഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ വേറൊരു ലെവലിലേക്കായി. അപ്പോൾ എന്താ രാജീവിന് തോന്നുന്നത്? ലൈക്ക് ഈ ഒരു ജനറേഷനെ പറ്റി രാജീവിൻ്റെ ഒരു അസസ്മെന്റ് എന്താണ്? ഞാൻ എപ്പോഴും മിനിസ്റ്റർ ആകുമ്പോൾ 73 കോളേജസ് ഞാൻ വിസിറ്റ് ചെയ്തു ആസ് എ മിനിസ്റ്റർ. എന്നിട്ട് യൂത്തിൻ്റെ കൂടെ എൻ്റെ ഡയലോഗും പ്രസൻറ്റേഷനും എല്ലാം നടത്തുമ്പോൾ ഞാൻ തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻ്റ് എല്ലാം, യു ആർ ദ ലക്കിയസ്റ്റ് ജനറേഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യാസ് ഹിസ്റ്ററി. ഇന്നത്തെ യൂത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാം ഉണ്ട്. ഒരു ഇനേബിളിങ് ഗവൺമെൻറ് ഫ്രെയിം വർക്ക്, എത്രയോ ചോയ്സ്, ടെക്നോളജി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാൻ കഴിവ് കൊടുക്കുന്ന ഒരു ടെക്നോളജി. ആൻഡ് എനിക്ക് അതൊരു ഭയങ്കര ഒരു പെർസ്പെക്റ്റീവാണ്. ബിക്കോസ് ഞാൻ നാട്ടിൽ വളർന്നിങ്ങനെ ആസ് എ യങ് ചൈൽഡ്, ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ ആദ്യം പാനീസ് നിന്ന് ബൾബിൽ ട്രാൻസിഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പാനീസ് എന്ന് പറഞ്ഞാൽ ലാൻറ്റേൺ, പാനീസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. വീടിന്ന് വയറിങ് ചെയ്ത് ആദ്യത്തെ ദിവസം ലൈറ്റ് ഓൺ ചെയ്യുന്ന ഫിനോമിനൻ ഞാൻ കണ്ടതാണ്. അതാ ഞാൻ പറഞ്ഞത്, അവിടുന്ന് എവിടെ എത്തി. എന്നിട്ട് അവിടെ ആ സെയിം വീട്ടിൽ എൻ്റെ ആൻസിസ്റ്റർ ഹൗസിൽ ആദ്യത്തെ ടെലിഫോൺ വന്ന് ആ റിങ് ആരങ്ങോട്ട് വരെ 37 ആയിരുന്നു ഞങ്ങളുടെ നമ്പർ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. എന്നിട്ട് ട്രങ്ക് കോൾ ചെയ്യുന്നത്, അതെല്ലാം വി ഹാവ് ഗോൺ ത്രൂ ഓൾ ദാറ്റ് ഇൻ ലൈഫ്. സോ ഞങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാർഡാണ്, ഇവരുടെ റോസിയാണെന്ന് അതല്ല പറയുന്നത്. ബട്ട് ഇന്നത്തെ ഇന്ത്യൻ യൂത്തിനും മുമ്പിലും നമ്മുടെ മലയാളി യൂത്തിന് മുമ്പിലും ഇത്രമാതിരി ഓപ്പർച്യൂണിറ്റീസ്, ഒരു അൺപ്രസിഡൻറ്റഡ് ടൈമാണ്. കുറച്ചൊരു അധ്വാനവും സ്കില്ലും എഡ്യൂക്കേഷനെല്ലാം ഉണ്ടെങ്കിൽ, ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ, യു ക്യാൻ ബി എ പ്ലെയർ ഓൺ എ ഗ്ലോബൽ ലാൻഡ്സ്കേപ്പ്. ഇന്ന് ഞാൻ പറഞ്ഞ മതി, ആ 16-year-old AI എഞ്ചിനീയർ, അത് കേരളേൻ്റെ ഒരു AI എഞ്ചിനീയർ അല്ല, അത് ഹീ ക്യാൻ ബി ഒരു ട്രെയിനിങ്ങും സ്കില്ലിങ്ങും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഹീ ക്യാൻ ബി ഡൂയിങ് വർക്ക് ഫോർ US-ലും പ്ലാറ്റ്ഫോം, ചൈനയിലും. ഇൻ്റർനെറ്റിൻ്റെ അതല്ല പവർ. സോ ഞാൻ എല്ലാവരോടും പറയുന്നത്, ഡോണ്ട് വേസ്റ്റ് യുവർ ഫ്യൂച്ചർ
ബൈ ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് ബൈ ദ റോങ് തിങ്സ്. അത് ഡ്രഗ്സ് ആണോ, ക്യാമ്പസ് വയലൻസ് ആണോ, വേണ്ടാത്ത ഒരു സാധനങ്ങളെല്ലാം ബേസ് ചെയ്താൽ ഈ ഓപ്പർച്യൂണിറ്റി പോയാണ്ടല്ലോ. സ്കില്ലില്ലെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇന്നത്തെ യൂത്ത് ഇസ് നോട്ട് വർത്ത് എനിത്തിങ്. അപ്പോൾ ഞാൻ അന്ന് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ പുട്ട് എ സൊഫിസ്റ്റിക്കേറ്റഡ് ഇഷ്യൂ ഫോർത്ത് ആസ് എ പൊളിറ്റിക്കൽ ഇഷ്യൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നത്തെ ലോകത്തിൽ വരുന്നത് ടാലൻറ്റ് നോക്കിയിട്ടാണ് വരുന്നത്. ടാലൻ്റ് ഉള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ടാലൻ്റ് എവിടെ പോകുന്നത്? ടാലൻ്റ് പോകുന്നത് അവസരങ്ങളുള്ള സംസ്ഥാനത്തിൽ. സോ കേരളം ഒരു വികസിത കേരളം ആവണമെങ്കിൽ അവിടെ നമുക്ക് ആദ്യം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ യൂത്തിനെ ടാലൻറ്റഡ് യൂത്ത് ആക്കണം. ഇത് രണ്ടും നമ്മൾ ചെയ്താൽ എത്രയോ സാധ്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ വികസിത് ഭാരത് എന്ന് പറയുമ്പോൾ നമുക്ക് വികസിത് കേരളം എന്ന് പറയാൻ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും ഇത് രണ്ടും ചെയ്താൽ. സോ അതാണ് ഞാൻ ഏത് യൂത്താണെങ്കിലും എവിടെ കോളേജിൽ പോയാലും ഞാൻ ഇതാണ് പറയുന്നത്. രാഷ്ട്രീയം ഒരു സ്ഥലത്ത് അത് വിടും, ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ തർക്കിക്കാം, ലെഫ്റ്റും കോൺഗ്രസും, അതെല്ലാം ദാറ്റ് ഈസ് അവർ ജോബ് ആൻഡ് വിൽ ഡു ഇറ്റ്. ബട്ട് യൂത്ത് ആവുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഇന്ത്യയിൽ ഒരു ന്യൂ ഇന്ത്യയാണ്. ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി റിച്ച് ഇന്ത്യ. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു ബിക്കം സക്സസ്ഫുൾ ഇഫ് യു വർക്ക് ഹാർഡ്. ആ അധ്വാനം വേണം, ആ സ്കില്ല് വേണം, അതിൽ ഡിസ്ട്രാക്റ്റ് ആവാൻ പാടില്ല. അതാണ് ഞാൻ എൻ്റെ ഒരു എപ്പോഴും ആരെയും കണ്ടാലും ഞാൻ അങ്ങനെ മെസ്സേജ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ പല റെവല്യൂഷൻസും കണ്ട് സക്സസ്ഫുൾ ആയതുപോലെ കേരളത്തിലെ BJPയിലും ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന് സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.